ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തേക്കടി വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ 6 മണിയൊക്കെ ആയപ്പോൾ ഇവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ഇനി ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് പോകണം. അപ്പം 7:30ക്കാണ് ബോട്ടിങ്. അപ്പോൾ നേരത്തെ അവിടെ ചെല്ലണം. ഹായ് ഫ്രണ്ട്സ്, ടൊമാറ്റോ ടൗണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരാനുള്ളതും കൂടെ ഒന്നിച്ചൊറ്റ ടിക്കറ്റാണ് എടുക്കുന്നത്. എല്ലാവർക്കും രുദ്രനും എല്ലാം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അങ്ങോട്ട് ബോട്ടിങ് സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി അവിടെ നിന്ന് ബസ്സെടുത്ത് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നേരെ ബോട്ടിങ് ചെയ്യുന്ന അങ്ങോട്ട് ഈ ബസ് എത്തി അവിടെ നമ്മളെ ഇറക്കിയിട്ട് വേണം നമുക്ക് പിന്നെ ഈ ബോട്ടിങ്ങിന് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് അടുത്ത ഇത് ബോട്ടിങ്ങിൻ്റെ നമ്മൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഞാൻ ഓർത്ത് ഇവിടുന്ന് തന്നെ ആയിരിക്കും ഇതെല്ലാം എന്ന് വെച്ചാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെയൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവഴിയൊക്കെ നമ്മുടെ വണ്ടി ഓടിച്ച് ശരിക്കും ബോട്ടിങ് സ്ഥലം വരെ നമുക്ക് പോകാമായിരുന്നു. അവിടെ കൊണ്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് നേരെ ബോട്ടിങ്ങിന് കയറാമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇത് ഒരു 4-5 കിലോമീറ്റർ അതായത് തേക്കടിയിൽ നിന്ന് നമ്മളങ്ങോട്ട് ആ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി ഒരു ശകലം മുന്നോട്ട് അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ആ എലിഫൻറ്റ് സവാരിയൊക്കെ നടക്കുന്ന ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് അവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഇപ്പോൾ ഇവർ ഈ വണ്ടികളെല്ലാം പ്രൈവറ്റ് വണ്ടി ഒന്നും അകത്തേക്ക് വിടത്തില്ല. പിന്നെ അവിടെ പോകാമെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തൊക്കെ റിസോർട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വണ്ടിയായിട്ട് പോകാം. അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാം, അവർക്ക് എളുപ്പമാണ്. അല്ലാത്തവരെ ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് ചെല്ലുവാണെങ്കിൽ നമ്മൾ ഈ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് വേണം ഇതുപോലെ അവരുടെ ബസ്സിൽ കയറി ഇതുപോലെ നമ്മൾ നേരെ ഇതിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ ഇതുവഴിയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള ബോട്ടുകളെല്ലാം. അപ്പോൾ അതിൻ്റെ ടിക്കറ്റിങ് ഇതെല്ലാം 7:30ക്കാണ് ഇത് സ്റ്റാർട്ടിങ്. അപ്പോൾ അത് കാരണം എല്ലാവരും കാത്തു നിൽക്കുകയാണ് നമ്മളിവിടെ. അപ്പോൾ പയ്യെ അത് ഓപ്പൺ ചെയ്തു. നമ്മൾ വീണ്ടും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി ഇങ്ങനെ നടന്ന് നമ്മൾ ആ കാണിച്ചിരിക്കുന്ന അങ്ങ് താഴെ വരെ നടന്ന് വേണം ചെന്ന് ആണ് ബോട്ടിൽ കയറാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് നമ്മൾ ബോട്ടിൻ്റെ അകത്തേക്ക് കയറുന്നു. നമുക്ക് മേളിത്തെ ഡെക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മേളിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. 2 പേര് തലയ്ക്ക് പോയിട്ടുണ്ട്. പുറകെ നമ്മൾ നടന്ന് പോയി അങ്ങ് ചെല്ലുന്നു. ഇത് കയറി മേളിൽ ചെല്ലണം. അതിൽ മേളിൽ കിട്ടിയാൽ നല്ല അടിപൊളിയായിരിക്കും വീഡിയോ എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതുകൊണ്ട് എല്ലാ സീറ്റിലും നമ്മുടെ ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. അവർ കയറിയപ്പോൾ തന്നെ പറഞ്ഞ് എല്ലാവരും ജാക്കറ്റ് ധരിക്കണം, ജാക്കറ്റ് ഊരരുത് എന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും. ഇപ്പം നമ്മൾ കണ്ടില്ല, നമ്മുടെ കൂടെ കയറി വന്ന പുള്ളി ബോട്ടിൻ്റെ ആളാണ്. അവർ പറഞ്ഞ് ജാക്കറ്റ് ഓരോരുത്തർ ജാക്കറ്റ് ധരിച്ചു.
ഇപ്പോൾ നമുക്കറിയത്തില്ലെങ്കിൽ അവരും അത് കൊണ്ടുവന്ന് എന്നാൽ പുള്ളി തന്നെ അത് കറക്റ്റായിട്ട് ചെയ്തു തരും. ഇത് നമുക്കറിയാമെങ്കിൽ നമുക്കിടാം. അപ്പോൾ ഞാൻ രണ്ടുപേരെയും ഇത് ചെയ്യിപ്പിച്ചു. രുദ്രുവിനെ കറക്റ്റായിട്ട് അത് വെടിയിപ്പിച്ചിട്ട് രുദ്രുവിനെയൊക്കെ ഇരുത്തിയിരിക്കുകയാണ്. ഞാനും അത് ധരിച്ചിട്ടായിരിക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങുമ്പോൾ നമ്മളെപ്പോഴും സേഫ്റ്റി നോക്കണം. വെള്ളത്തിലല്ലേ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ധരിച്ചിരുന്നു. പയ്യെ ഓരോ ബോട്ടുകൾ എടുത്തു തുടങ്ങി. അവർ പയ്യെ മുന്നോട്ട് ഓരോ അങ്ങേ അറ്റത്ത് കിടന്ന് അത് പയ്യെ നീങ്ങി. നമ്മുടാവും പയ്യെ ഇപ്പോൾ അത് തിരിഞ്ഞിട്ട് അത് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ എടുത്ത് തുടങ്ങും. നമ്മുടെ ബോട്ടുകളും തിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. Jungle Safari. Jungle Safari. Oh, can the jeeps go there? Jungle, yeah, the forest. Papa, jungle. Jungle Scout in a way. ഞാൻ യാത്ര ചെയ്തിട്ട് ഒരു മൃഗങ്ങളെ പോലും കണ്ടില്ല. നിങ്ങൾ ഇപ്പം ഈ ബോട്ടിങ്ങിന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും 7:30 ട്രിപ്പ് എടുക്കരുത്.
അപ്പം കുറേ കൂടി വെയിൽ ഉദിച്ചിട്ട് 7:30 കഴിഞ്ഞിട്ടുള്ള ട്രിപ്പോ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു 3:30-3:30-ക്കൊരു ട്രിപ്പുണ്ട്. അതാണെങ്കിൽ നല്ലതാണ്. പക്ഷേ നമുക്ക് വന്നപ്പോൾ വേണമെങ്കിൽ 3:30 ഞങ്ങൾ വന്നത് തലേദിവസം വന്നപ്പോഴത്തേന് 1 മണി 12:30 കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ എത്തിയാണ്. പക്ഷേ അപ്പം അന്നേരം വേണമെങ്കിൽ എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 3:30-യുടെ ഇത് കിട്ടിയാൽ. അപ്പം വിചാരിച്ചത് രാവിലെ നമ്മൾ ബോട്ടിങ് നടത്തുവാണെങ്കിൽ അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാം. ഈ രാവിലെ വെള്ളം കുടിക്കാനും അതിനൊക്കെ ഇറങ്ങുമെന്ന് വിചാരിച്ചാണ് ഈ രാവിലത്തെ ട്രിപ്പ് എടുത്തത്. പക്ഷേ അത് ഭയങ്കര ഒരു സാധനത്തിനും പോലും കണ്ടില്ല. നമ്മൾ വന്ന വഴിക്കൊരു സിംഹവാലം കുരങ്ങനെ വരുന്ന വഴിക്ക് കണ്ടതല്ലാതെ, ആ ഫസ്റ്റ് ഇതിൽ വരുന്നിടത്ത് മുതൽ കണ്ടതല്ലാതെ, ഇതിൻ്റെ അകത്ത് ചുമ്മാ നമ്മൾ ഇതിൻ്റെ അകത്തോടെ ഇത്ര നേരം ഓടിയിട്ട് ഒരു സാധനത്തിനെ പോലും കണ്ടില്ല. പിന്നെ എന്നാ വെള്ളത്തിൽ ചുമ്മാ ബോട്ടിങ് നടത്തി, അത്രയേ ഉള്ളൂ. വേറെ ഇതിൻ്റെ അകത്ത് ഒരു സാധനവുമില്ല. അല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം വരുന്നതിന് മുന്നേ എന്തേലും ആനയൊക്കെ ഇതിന് ഇറങ്ങി വരുന്നതും ഒക്കെ കാണേണ്ടതാണ്. ഇപ്പം എന്താണോ രാവിലെ ഒരു സാധനമില്ല. അപ്പം ഏറ്റവും നല്ലത് രാവിലത്തെ ബോട്ടിങ് എടുക്കരുത്. നമ്മളിതുപോലെ ചുമ്മാ രാവിലെ 7:30 ആകുമ്പോൾ ഇങ്ങനെ പോയിട്ട് തിരിച്ചത് 7:30-ക്ക് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 9:30 ആവും നമ്മൾ തിരിച്ച് അവിടെ വന്ന് അടുക്കുമ്പോൾ. അത്രയും സമയം നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തോടെ കറങ്ങി അടിച്ച് വരുമ്പോൾ ഇത്ര നേരം എടുക്കും. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാം. തിരിച്ച് നമ്മൾ കയറിയിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്രയും നമ്മൾ ഇറങ്ങിയെടുത്ത് തന്നെ തിരിച്ച് വന്ന് കയറുക. അപ്പോൾ അത് കാരണം ബോട്ടിങ് വളരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഈ 6 മണിക്ക് എഴുന്നേറ്റ് പോകുന്ന ഇതുകൊണ്ട് നമ്മൾ ഒരു വക കഴിച്ചിട്ടില്ല. അപ്പം രുദ്രയിലൊക്കെ വിശക്കാൻ തുടങ്ങി. 9:30 ആയില്ലേ. രാവിലെ എഴുന്നേൽപ്പിച്ച് നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഈ അടുത്തിട്ട് നേരെ കഴിക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആ ഹോട്ടലിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ബോട്ടായിരുന്നു തന്നെ വിളിച്ച് ചോദിച്ചു. ഇപ്പോൾ 9:30 ആയപ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് കാണുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് കഴിക്കണമോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. അത് പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. എന്ന് കഴിഞ്ഞപ്പോഴത്തേന് ബ്രെഡും പൂരിയാണുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഓംലേറ്റ് ഉണ്ട്, ബ്രെഡും ജാമും, പൂരി, പിന്നെ ജ്യൂസ്, കോഫി, ഇത്ര സാധനങ്ങളാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വരുന്നത്. ഇത് കൂടുതൽ വേറെ ഇതുണ്ടായിരുന്നതിൻ്റെ കൂടെ ഓംലേറ്റ് ഉണ്ട്, ബ്രെഡും ജാമും, പൂരി, പിന്നെ ജ്യൂസ്, കോഫി, ഇത്ര സാധനങ്ങളാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വരുന്നത്. ഇത് കൂടുതൽ വേറെ അപ്പോൾ നിങ്ങൾക്ക് ഈ തേക്കടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും